Assalamu alaikum children. Today we discussing the last part of the unit 4 Wonder World of Birds. Take your EVS textbook Birds and the Environment. You have learned the diversity in the world of birds. ബേർഡ്സിൻ്റെ ലോകത്തിലെ ഡൈവേഴ്സിറ്റീനെ കുറിച്ച് വ്യത്യസ്തതകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ബേർഡ്സ് ആഡ് ബ്യൂട്ടി ടു അവർ സറൗണ്ടിങ്സിന് നമ്മുടെ ചുറ്റുപാടിനെ ഭംഗി കൂട്ടുന്നവയാണ് പൊതുവെ ബേർഡ്സ്. ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ബ്യൂട്ടി കൂട്ടുന്നത് മാത്രമല്ല, അല്ലാതെയും ബേർഡ്സിൽ നിന്നും പല ഉപകാരങ്ങൾ നമുക്കുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദം. എന്തൊക്കെയാണവ? പ്രേയിങ് ബേർഡ്സ് ലൈക്ക് ഔൾ ആൻഡ് ഈഗിൾ പ്രിവെൻറ്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്സ്. റാറ്റ്, എലികളുടെ ശല്യം പൊതുവെ അല്ലേ, എലി കൂടുന്നത് എന്താണ്, വളരെയധികം നമുക്ക് ഉപദ്രവമാണ് അല്ലേ. അപ്പോൾ ഈ ഇൻക്രീസ് ഓഫ് റാറ്റ്സ് എലികൾ പെരുകുന്നത് തടയാനായി നമ്മളെ സഹായിക്കുന്ന രണ്ട് ബേർഡ്സ് ഉണ്ട്. പ്രേയിങ് ബേർഡ്സ് ആയിട്ടുള്ള ഇരപിടിയന്മാരായിട്ടുള്ള ഔൾ ആൻഡ് ഈഗിൾ. ഈ ബേർഡ്സ് എന്ത് ചെയ്യും? ഇവർ പൊതുവെ റാറ്റിനെയാണ് ഇവർ ഫുഡാക്കുന്നത്. അതുകൊണ്ട് തന്നെ റാറ്റിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായി ഔൾ, ഈഗിൾ എന്ന ബേർഡ്സിൻ്റെ സഹായത്തോടെ നമുക്ക് സാധിക്കുന്നു. ഓക്കെ. ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് വിതരണം അല്ലേ. പല ഭാഗങ്ങളിലായി ബേർഡ്സ് എന്ത് ചെയ്യുന്നു? സീഡ് ഡിസ്പേഴ്സൽ പോസിബിൾ ആക്കുന്നു. അപ്പോൾ സീഡ് ഡിസ്പേഴ്സൽ നമുക്ക് ബേർഡ്സിലൂടെയും സാധ്യമാകുന്നു. കൺട്രോൾ പെസ്റ്റ്, കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ബേർഡ്സ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്ലീൻ അവർ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ക്രോ, ഈഗിൾ തുടങ്ങിയിട്ടുള്ള ബേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേർഡ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എഗ്, മീറ്റ് അല്ലേ, ഇതും ബേർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹെൽപ്പാണ്. ഓക്കെ. അപ്പോൾ എന്തെല്ലാമാണ് ബേർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ, യൂസസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ആർ യു ക്ലിയർ ചിൽഡ്രൻ? ഓക്കെ. Take the next page. The number of birds that are beneficial to the environment is decreasing. What could be the reason for this? നമുക്ക് പലതരത്തിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈ ബേർഡ്സിന് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. എന്താണ് ഇതിന് പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിൻ്റെ, കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. കൂടുതലായി കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ബേർഡ്സിൻ്റെ നമ്പർ കുറയാൻ അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഓക്കെ. നെക്സ്റ്റ്, ഡിക്രീസിങ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ബേർഡ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടാതാവാൻ തുടങ്ങിയപ്പോൾ അല്ലേ. അതെങ്ങനെയാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്? അതെ, പാടങ്ങൾ, ഫീൽഡ്സ് എല്ലാം നികത്താൻ തുടങ്ങി അല്ലേ. പാടങ്ങളെല്ലാം ഇല്ലാതായി, കൃഷിസ്ഥലങ്ങളൊന്നും ഇല്ലാതായപ്പോൾ ബേർഡ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ അളവും കുറയാൻ തുടങ്ങി. ഓക്കെ. ഇങ്ങനെ ഡിക്രീസിങ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ബേർഡ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഇല്ലാതാവാൻ തുടങ്ങിയതോടുകൂടിയും ബേർഡ്സിൻ്റെ നമ്പർ കുറയാൻ കാരണമായി. നെക്സ്റ്റ്, ലോസ് ഓഫ് ലിവിങ് പ്ലേസസ്. ബേർഡ്സിന് താമസിക്കുവാനുള്ള ലിവിങ് പ്ലേസസ് ഇല്ലാതിരിക്കും. അവർക്ക് താമസ സ്ഥലമായിട്ടുള്ള അവരുടെ ട്രീസ് അല്ലേ, അതിന് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡീഫോറസ്റ്റേഷൻ ആണ്. കാടുകളെല്ലാം വെട്ടി നശിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ബേർഡ്സിന് കൂട് കൂട്ടാനുള്ള ഒരിടം ഇല്ലാതാവുന്നു. ഇതും ബേർഡ്സിൻ്റെ നമ്പർ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാരണമാണ്. നെക്സ്റ്റ്, വൈൽഡ് ഫയർ, കാട്ടുതീ പറയാം അല്ലേ. വൈൽഡ് ഫയറും ബേർഡ്സിൻ്റെ നമ്പർ ഡിക്രീസ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ക്ലൈമറ്റിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസും ബേർഡ്സിൻ്റെ നമ്പർ കുറയാനുള്ള റീസൺസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. ബേർഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഇറ്റ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ബേർഡ്സ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർസ് നെസ്റ്റ് ഫോർ ഹൗസ് സ്പാരോ, അങ്ങാടിക്കുരുവി. പാലക്കാട്, the forest department has started a scheme nest for a bird for അങ്ങാടി കുരുവി, an endangered species of birds. ബേർഡ്സിൻ്റെ സ്പീഷ്യസിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബേർഡാണ് അങ്ങാടിക്കുരുവി എന്ന് പറയുന്ന ഹൗസ് സ്പാരോ. ഇവർക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നെസ്റ്റ് ഫോർ എ ബേർഡ് എന്നുള്ളത്. ഓക്കെ. ഇത്തരത്തിൽ ബേർഡ്സിനെ സംരക്ഷിക്കാൻ, ബേർഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്കും ഇത്തരത്തിലുള്ള സ്കീംസ് എടുക്കാം. ഓക്കെ. While we watch birds, we come across several amazing facts while watching birds. What are the things to take care to watch
വൈൽ വാച്ചിങ് ദം. കുട്ടികളെ ബേർഡ്സിനെ ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇത് ടീച്ചർ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് പോലെ തരികയാണ്. ഓക്കെ, എന്തെല്ലാമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡേറ്റ്, ഏത് ദിവസമാണ് നിങ്ങൾ ബേർഡിനെ കാണുന്നുള്ള ഡേറ്റ് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ടൈം, ഏത് സമയത്താണ് നിങ്ങൾ ആ ബേർഡിനെ കണ്ടെന്നുള്ള ടൈം. പിന്നെ നെയിം ഓഫ് ദ ബേർഡ്, ബേർഡിൻ്റെ പേര് എഴുതുക. പിന്നെ പ്ലേസ് വേർ ഇറ്റ് ഈസ് സീൻ, ഏത് ഭാഗത്താണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ, ചിലപ്പോൾ ഗാർഡനിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്നായിരിക്കാം. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ബേർഡിനെ കണ്ടെന്നുള്ള പ്ലേസ് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് പെക്യുലാരിറ്റീസ്, പിന്നെ ബേർഡ്സിൻ്റെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത് പ്രത്യേകതകളാണ്. ബീക്ക്, ലെഗ്, എങ്ങനെയാണ് ബേർഡിൻ്റെ ബീക്കിൻ്റെ പ്രത്യേകത എന്താണ്, ലെഗിൻ്റെ പ്രത്യേകത എന്താണ്, ബേർഡിൻ്റെ കളർ എന്താണ്, അതിൻ്റെ ടൈലിൻ്റെ പ്രത്യേകത എന്താണ്, പിന്നെ ഫെദേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കൂടുതലായിട്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ബേർഡ്സിനെ കുറിച്ച് നിങ്ങൾ കളക്ട് ചെയ്യേണ്ട ഒരു ഡാറ്റയാണ്. ഏതെങ്കിലും ഒരു ബേർഡിനെ കുറിച്ചിട്ട് തന്നെ ധാരാളമാകും. കൂടുതലായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കും ഈ സബ്ജക്റ്റിൽ, ബേർഡ്സിൻ്റെ ഒബ്സർവേഷനിൽ, പക്ഷി നിരീക്ഷണത്തിൽ. ഓക്കെ, അപ്പോൾ ബേർഡിൻ്റെ നമ്മൾ എപ്പോഴാണെന്നുള്ള ടൈം മെൻഷൻ ചെയ്യണം. ഡേറ്റ്, ഏത് ദിവസമാണെന്നുള്ള ഡേറ്റ് മെൻഷൻ ചെയ്യണം. നിങ്ങൾ കണ്ട ദിവസം, കണ്ട സമയം, അതുപോലെ തന്നെ പേര്, ബേർഡിൻ്റെ പേര്, എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ബേർഡിനെ കണ്ടത്. ചിലപ്പോൾ സ്റ്റെയറിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ വെച്ചിട്ടായിരിക്കാം. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഒരു പ്രോജക്റ്റ് മെത്തേഡിൽ നിങ്ങൾ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ബേർഡ്സ് വി റിയർ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ബേർഡ്സ്, നെയിം ദം. താഴെ കൊടുത്തിരിക്കുന്ന ബേർഡ്സിൻ്റെ പേര് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇത് നിങ്ങളൊരു പ്രോജക്റ്റ് പോലെ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബേർഡ്സിൻ്റെ പിക്ചർ നോക്കി ആ ബേർഡിൻ്റെ പേര് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, വൈ ഡു വി റിയർ ബേർഡ്സ് ഇൻ അവർ ഹോംസ്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബേർഡ്സിനെ വീട്ടിൽ വളർത്തുന്നത്? ഫോർ ഫാൻസി, അല്ലേ, അലങ്കാരത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നവരുണ്ട്, അല്ലേ. പിന്നെ എന്തിനാണ്? ഫോർ എഗ്ഗ്, മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരുണ്ട്. ഫോർ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നവരുണ്ട്. പിന്നെ എന്താണ്? ഫോർ ലിഷർ, അല്ലേ, ഒരു വിനോദത്തിന് വേണ്ടി, ഒരു വിശ്രമ സമയത്തിന്, അല്ലേ, ചിലവർക്ക് ഇതൊരു ഹോബിയാണ്, ഹോബി പോലെ വളർത്തുന്നവരുണ്ട്, അല്ലേ. ഇത്തരത്തിൽ ബേർഡ്സിന് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും വീട്ടിൽ വളർത്താറുണ്ട്. ഓക്കെ, വി ലേൺഡ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ ഡൈവേഴ്സിറ്റീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ബട്ട് ദെർ ആർ എ ലോട്ട് മോർ ടു എക്സ്പ്ലോർ. ക്യാൻ യു തിങ്ക് of some more? Birds make our world so beautiful. Can you imagine a world without birds? Birds ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും തന്നെ ആലോചിക്കാൻ പോലും പറ്റില്ല, അല്ലേ. ബേർഡ്സിനെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കാനായി ശ്രമിക്കണം. ഓക്കെ ചിൽഡ്രൻ, നമ്മുടെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. എല്ലാവരും ടീച്ചർ പറഞ്ഞിട്ടുള്ള 2 വർക്ക്, ഒന്ന് പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒരു ബേർഡിനെ കുറിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ബേർഡ്സ് വി റിയറിൽ ഇവിടെ ബേർഡ്സിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.